കൊച്ചിയിലുണ്ടൊരു കപ്പൽ, പേര് നെഫർട്ടിറ്റി. മിനി ആഡംബര കപ്പലായ ഇതിൻ്റെ ഉടമസ്ഥർ കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നാലുടൻ കിട്ടുന്ന ശീതളപാനീയമാണിത്. ദിവസത്തിൽ 2 തവണയാണ് ഇത് കടലിലേക്ക് പോയി തിരിച്ചു വരിക. രാവിലെയും വൈകുന്നേരവുമുള്ള ഈ യാത്രകൾ നീണ്ടു നിൽക്കുന്നത് 4 മണിക്കൂറാണ്. കടൽ സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് പകലയാത്രയായിരിക്കും ഉചിതം. ഡിജെയും പാട്ടും ഡാൻസും ഒക്കെയാണ് താല്പര്യമെങ്കിൽ വൈകുന്നേരമായിരിക്കും നല്ലത്. രാവിലത്തെയും വൈകുന്നേരത്തെയും ടിക്കറ്റിന്റെ റേറ്റിൽ വ്യത്യാസമുണ്ട്. ടിക്കറ്റ് ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെക്കണം. 200-നടുത്ത് ആളുകൾക്കാണ് ഒരു ട്രിപ്പിൽ പ്രവേശനം ലഭിക്കുക. കപ്പലിനകത്തേക്ക് കടക്കുന്നതിന് അത്ര കർശനമായ കടമ്പകളൊന്നുമില്ല. ഓൺലൈനായി ബുക്ക് ചെയ്ത ടിക്കറ്റും ആധാർ കാർഡും കയ്യിൽ കരുതണം, അത്രമാത്രം. ഇതുവരെ കപ്പൽ യാത്ര ചെയ്യാത്തവരുടെയും കടൽ യാത്ര ചെയ്യാത്തവരുടെയും മനസ്സിൽ നല്ല എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ബോൾഗാട്ടിയിൽ നിന്നാണ് കപ്പൽ യാത്ര പുറപ്പെടുക. തലേന്ന് ചോറ്റാനിക്കര അമ്പലത്തിന് പരിസരത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. രാവിലെ 6:45 തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തിന് പരിസരത്തുള്ള ന്യൂ ആര്യാസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് രാവിലെ 8:30 ബോൾഗാട്ടിയിലെത്തി. 9 മണിക്ക് മുമ്പേ തന്നെ ബോർഡിംഗ് ആരംഭിച്ചു. വളരെ ലളിതമായിരുന്നു ഈ നടപടികൾ. 200 പേർക്കെങ്കിലും ഇരിക്കാവുന്ന വിശാലമായ ഹാളിലാണ് ചെന്നു കയറുക. എപ്പോഴാണ് തിരിച്ചു കിട്ടുന്നത് പറയാൻ പറ്റില്ല. മാക്സിമം എൻജോയ് ചെയ്യാം അല്ലെ. പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചോളൂ, മൊബൈല് മാറ്റി വെച്ചോളൂ, എല്ലാം മാറ്റി വെച്ചോളൂ അല്ലേ. അപ്പൊ റെഡി. നല്ല ഫ്രണ്ട്ലി ആയ ജീവനക്കാർ. ഓൺലൈൻ ബുക്കിംഗ് സംബന്ധിച്ച സംശയങ്ങൾക്ക് വേണ്ടി വിളിച്ചാലും ഇവിടെ നിന്നുള്ള മറുപടിയും വിശദീകരണവും ഒക്കെ നല്ല തൃപ്തികരമായിരുന്നു. യാത്രികരെ നല്ല വൈബിലെത്തിക്കുന്നതിന് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. പിന്നീട് എല്ലാവരും ഡക്കിന് മുകളിലേക്ക് പോയി. കായലിന് ഇരുവശവുമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും കെട്ടിടങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തലായിരുന്നു അടുത്ത ചടങ്ങ്. മുന്നിൽ വെള്ള നിറത്തിൽ വൃത്താകൃതിയിൽ കാണുന്ന ഈ ക്യാബിൻ കപ്പിത്താനുള്ളതാണ്. അവിടേക്ക് യാത്രികർക്ക് പ്രവേശനമില്ല. ഹയാത്ത് ഹോട്ടലും വിവാൻഡ താജും കൊച്ചിൻ ഷിപ്പ്യാർഡുമൊക്കെ ഈ കപ്പലിൻ്റെ ഡെക്കിൽ നിന്ന് കാണാൻ സാധിച്ചു. അധികം ദൂരത്തല്ലാതെ ഈ കാണുന്നത് ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലാണ്. തൊട്ടടുത്ത് ക്രൂയിസ് കപ്പലായ കോർഡീലിയയും. കോർഡീലിയയിൽ കൊച്ചി മുതൽ മുംബൈ വരെ സുദീർഘമായ ഒരു കപ്പൽ യാത്ര നടത്തിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ലക്ഷദ്വീപ് കണ്ടുകൊണ്ടാണ് യാത്ര. ലക്ഷദ്വീപിലേക്കുള്ള മറ്റൊരു യാത്രാ കപ്പലാണ് ഈ കാണുന്നത്. വീശിയടിക്കുന്ന കടൽക്കാറ്റിൽ ഇന്ത്യൻ ദേശീയ പതാക പാറിപ്പറക്കുന്നു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഇവിടെയായതിനാൽ ധാരാളം വലിയ കപ്പലുകൾ ഇതിലൂടെ കടന്നു പോകുന്നത് കാണാം. ഈജിപ്ത് ഭരിച്ചിരുന്ന അതിസുന്ദരിയായ രാജ്ഞിയായിരുന്നു നെഫർട്ടിറ്റി. കപ്പലിനകത്ത് അവരുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. കപ്പലിനകത്തെ പെയിന്റിങ്ങുകളും മറ്റും ഈജിപ്ഷ്യൻ തീമിലുള്ളതാണ്. കായലിലൂടെയുള്ള യാത്ര ഏതാണ്ട് തീരാറായിരിക്കുന്നു. ഇനി കടലിലേക്കാണ് കടക്കുന്നത്. ആളുകളെയും വാഹനങ്ങളെയും ഒക്കെ കടത്താൻ ഉപയോഗിക്കുന്ന ജങ്കാറുകളാണ് മുന്നിലൂടെ കടന്നു പോകുന്നത്. ദൂരെ ഒരു കൂറ്റൻ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് കാണാം. തൊട്ടടുത്തായി മറ്റു 2 കപ്പലുകളും. കണ്ടെയ്നർ ടെർമിനലിലെ ക്രെയിനുകൾ ഭീമൻ ദിനോസറുകളെ പോലെ തലയുയർത്തി നിൽക്കുന്നു. വെള്ള പെയിന്റ് അടിച്ച ഈ സിലിണ്ടർ രൂപങ്ങൾ ലൈഫ് ബോട്ടുകളാണ്. എമർജൻസി ഘട്ടങ്ങളിൽ രക്ഷപ്പെടാനാണ് അവ ഉപയോഗിക്കുക.
ഭീമന്മാരുടെ ഇടയിൽ ജീവിതമാർഗം തേടിയെത്തിയ ചെറുവള്ളത്തിലെ 2 മനുഷ്യർ. വലിയ കപ്പലുകൾ ഉയർത്തുന്ന തിരയിളക്കങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നേയില്ല. കടലിന്റെ അനന്തനീലിമയ്ക്ക് മുകളിലൂടെ നെഫർട്ടിറ്റി അങ്ങനെ ഒരു യാകാശ്വം കണക്കെ പാഞ്ഞുകൊണ്ടേയിരുന്നു. 11 മണിക്കുള്ള ചായയും ലഘുഭക്ഷണവും കഴിഞ്ഞ് വീണ്ടും താഴെയുള്ള ഹാളിലെത്തി. അവിടെ അതിമനോഹരമായ ഡാൻസ് പൊടിപൊടിക്കുകയാണ്. നൃത്തം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവരുടെ കൂടെ ചേരാം. ഡാൻസ് തീരെ വഴങ്ങാത്ത സംഭവമായതിനാൽ ഞാനതിന് മുതിരാറേയില്ല. നല്ല പ്രാഗൽഭ്യമുള്ള കലാകാരന്മാരാണ് ഇവർ. കുട്ടികളും ഇവരുടെ കൂടെ ചേർന്ന് നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്. അവരാണ് ശരിക്ക് ഈ യാത്ര ആസ്വദിക്കുന്നത്. നമുക്ക് വിശദമായിട്ടൊന്നും പരിചയപ്പെടാൻ അവസരം കിട്ടിയില്ല. ആക്ച്വലി ഡൽഹി പോലീസ് പെൻഷനേഴ്സ് കൊച്ചി യൂണിറ്റ് എന്ന് പറയുന്ന ആ ഫാമിലി ഗ്രൂപ്പിലെ ഏകദേശം 95 പേരും വേഷം മാറി വന്ന കലാകാരന്മാരുടെ അടുത്ത കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനമാണ് ഇത്. ദൈവാനുഗ്രഹത്താൽ കിട്ടുന്ന ഒരു വരദാനമാണ് കല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 12:30 ബഫേ രീതിയിലുള്ള ഉച്ചഭക്ഷണം ആരംഭിച്ചു. മത്സ്യവും ഇറച്ചിയുമൊക്കെ ഉൾപ്പെട്ട ഭക്ഷണമായിരുന്നു അത്. സസ്യാഹാരികൾക്കുള്ള മെനു വേറെയുണ്ട്. നല്ല കപ്പൽയാത്രയും കടൽയാത്രയും ആസ്വദിച്ച സംതൃപ്തിയുമായി 2 മണിയോടെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.